ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്കൊരുമിച്ച് ചേർന്ന് വരുവാൻ ലഭിച്ച സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ രാജ്യത്ത് ഒരുമിച്ച് കൂടാനൊക്കെ ഏറെ പ്രയാസമുള്ള നാളുകൾ കാണുന്ന ഈ നാളുകളിലും നമുക്ക് ഈ നിലയിൽ സ്വാതന്ത്ര്യമായിട്ട് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഇത്രത്തോളം നമ്മെ സഹായിക്കുന്നു എന്നുള്ളത് വളരെ നന്ദിയോടെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഗിരിപ്രഭാഷണത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു സത്യം ചില ക്ലാസ്സുകളായിട്ട് ചിന്തിച്ച് വരികയായിരുന്നു. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനോ ദൈവത്തിന് വിളങ്ങേണ്ടതിനോ നമ്മുടെ ശുശ്രൂഷകൾ എന്നുള്ളതായൊരു ചിന്താവിഷയമാണ് നാം ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏകദേശം ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം വരികയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 18 വാക്യങ്ങളുടെ പ്രതിപാദനത്തിൽ 3 വട്ടം ആവർത്തിക്കുന്നതായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് കർത്താവ് ഉറപ്പിച്ച് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നല്ല ആത്മീക ശുശ്രൂഷകളാണെങ്കിലും അത് ലക്ഷ്യം തെറ്റി ചെയ്യാൻ ഇടയായിട്ട് തീരുന്നത് ഇവിടെ തന്നെ പ്രതിഫലം കിട്ടിപ്പോകുന്നതിന് കാരണമായിട്ട് തീരാം എന്നുള്ളത് വലിയൊരു മുന്നറിയിപ്പായിട്ടാണ് നാം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അവിടെ ആവർത്തിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ നമ്മൾ ഒടുവിൽ പറഞ്ഞാണ് നിർത്തിയത്. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതിനെക്കുറിച്ച് 1-2 വാചകങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാനിടയായിട്ട് തീർന്നിരുന്നു. 6-ാം അധ്യായത്തിൻ്റെ 4, 6, 18 വാക്യങ്ങളിൽ ഈ പ്രസ്താവന ആവർത്തിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് വളരെ പരിചയമുള്ള 2 വാക്യങ്ങൾ കൂടി ഞാൻ ചേർത്ത് പറഞ്ഞാണല്ലോ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. നമ്മുടെ കർത്താവ് കൃത്യമായിട്ടും പ്രതിഫലം നൽകുന്ന കർത്താവാണ്. എബ്രായർ 6-ന്റെ 10-ാം വാക്യം നമുക്ക് എത്രയോ പരിചയമുള്ള വാക്യമായിട്ടാണ് ഇരിക്കുന്നത്. കർത്താവിൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം മറന്നുകളവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് അനീതിയുള്ളവനല്ല, നീതിയുള്ളവനാണ്. വളരെ കൃത്യമായിട്ടും കർത്താവിൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം ആദരിക്കപ്പെടും എന്നുള്ളതായ വലിയ സത്യം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചിരുന്നു. ഞാൻ വിശദീകരിച്ചില്ലെങ്കിലും അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അപ്പോൾ അവിടെ ഒരു ചെറിയ ദൂതെന്ന് പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം 3-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലുള്ള ഉത്തരവാദിത്വമാണ് പറയുന്നത്. നമുക്ക് ഏറെ പരിചയമുള്ള വേദഭാഗമാണിത്. കുടുംബത്തിനകത്ത് ബന്ധങ്ങളിൽ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വത്തോട് ബന്ധപ്പെട്ട കൽപ്പനകളാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പരിചയമുണ്ടെങ്കിലും അതിൽ 2 സാമ്പിൾ കൽപ്പനകളൊന്ന് പറഞ്ഞേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ ഭാര്യമാർക്കുള്ളതായ കൽപ്പനയാണ് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങണമെന്നുള്ളതായ കൽപ്പന അവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. 19-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാർക്കുള്ള ഉത്തരവാദിത്വവും കൽപ്പനയുമാണ് നമ്മൾ വായിക്കുന്നത്. ഭാര്യമാരെ സ്നേഹിക്കണം, അവരോട് കയ്പായിരിക്കുകയും അരുത്. 20-ാമത്തെ വാക്യത്തിൽ ആർക്കുള്ളതാണ്? കൊലോസ്യർ 3-ന്റെ 20-ാമത്തെ വാക്യത്തിൽ പിള്ളേർക്കുള്ള കൽപ്പനയാണ്.
പിള്ളേർക്കുള്ള കൽപ്പന പറയുമ്പോൾ ഒരു കാര്യം കൂടി ചേർത്ത് പറയുന്നുണ്ട്. മക്കളോട് പറയുമ്പോൾ പറയുകയാണ്, മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കണം. ചേർത്തൊരു വലിയ സ്റ്റേറ്റ്മെൻറ്റുണ്ട്. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ അടുത്ത വാക്കെന്ന് പറയാമോ, പ്രസാദകരമല്ലോ. അപ്പോൾ അത് നമ്മൾ ഒത്തിരി പ്രാവശ്യം ഓർക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം, ഇങ്ങനെ കുടുംബത്തിന് അകത്തുള്ളതായ ഉത്തരവാദിത്വങ്ങൾ ദൈവാത്മാവ് എണ്ണി ഓർപ്പിച്ച് വരുന്ന കൂട്ടത്തിൽ, ഇനി തൊഴിൽ മേഖലയിലുള്ളതായ ഉത്തരവാദിത്വമൊക്കെ അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിലാണ് നമ്മൾ വായിക്കാനിടയായിട്ട് തീരുന്നത്, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മെ ആക്കുന്ന വീട്ടിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നിവർത്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത് പ്രതിഫലാർഹമായിട്ടുള്ളതായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിനകത്ത് ഈ പ്രമാണങ്ങളെ വളരെ കൃത്യമായി സൂക്ഷിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ പോർഷനിൽ അതിനോട് ബന്ധപ്പെട്ടതായ 3 ഉദാഹരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. അപ്പോൾ ആ ബന്ധത്തിലും ഈ പ്രസ്താവന വളരെ ശരിയാണ്. വേറെ പല ബന്ധത്തിൽ ഈ സത്യം നമുക്കവിടെ ചേർത്ത് ഓർക്കുവാനായിട്ട് സാധിക്കും. ഒത്തിരി വിശദീകരണത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്ന് കരുതുന്നു. 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവ് അരുളി ചെയ്ത വാക്കുകളാണ്. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് ഓർത്തു പോകാം. അവൻ തിരുവായി മൊഴിഞ്ഞ സത്യങ്ങളിൽ ഈ സത്യവും ഉൾപ്പെടുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ഒത്തിരി വിശദമാക്കുന്നില്ലെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അത് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഭിക്ഷ കൊടുക്കുന്ന കാര്യം ഒക്കെ പറഞ്ഞു വരുമ്പോൾ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി അത് ചെയ്താൽ പണം പോവുകയും ചെയ്യും. അത് പ്രതിഫലം ഇവിടെ തന്നെ കിട്ടുവാൻ കാരണമായിട്ട് തീരും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തായിരുന്നു. എന്നാൽ അത് ചെയ്യേണ്ടതുപോലെ ചെയ്താൽ ദൈവത്തിന് വിളങ്ങുമാറ് ചെയ്യുവാൻ ഇടയായിട്ട് തീർന്നാൽ ഇവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത് രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇവിടെ ഭിക്ഷ കൊടുക്കുന്ന കാര്യമാണ് കർത്താവ് വിശദീകരിക്കുന്നത് എന്നിരിക്കലും സമ്പത്ത് രഹസ്യ സ്വഭാവത്തിൽ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് വിനിയോഗിക്കുവാൻ ഇടയായിട്ട് തീരുന്നത് പ്രതിഫലാർഹമായ കാര്യമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഈ വിഷയം ഇനിയും കർത്താവ് തുടർന്നുള്ള 19, 20, 21 വാക്യങ്ങളിൽ പിന്നെയും പറയുന്നുണ്ട്. അത് നമ്മൾ വേറൊരു പാഠമായിട്ടത് ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് കരുതുകയാണ്. എന്നാൽ ഞാനൊരു സത്യം ഇങ്ങനെ ഓർപ്പിക്കട്ടെ. ഈ ഭിക്ഷ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പല മനോഭാവത്തിൽ അത് ചെയ്യാനുള്ളതായ സാധ്യതയുണ്ട്. ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമല്ലോ എന്ന് വിചാരിച്ച് കൊടുക്കാനുള്ളതായ സാധ്യതയുണ്ട്. പിന്നെ കൊടുക്കുന്നത് വേണമെങ്കിൽ 10 പേർ കാണണമെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വളരെ രഹസ്യ സ്വഭാവത്തിൽ നമ്മുടെ കർത്താവ് തിരുവായി മൊഴിഞ്ഞൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് അവരെ ചോദ്യം ചെയ്യാതെ അവരോട് ബഹുമാനമില്ലാതെ പെരുമാറാതെ ഒക്കെ ദൈവം കർത്താവ് തന്ന ഒരു കൽപ്പന എന്ന നിലയിൽ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയാണ്.
ഞാനിന്ന് പകലിലൂടെ കടന്നു പോയപ്പോൾ ഓർത്ത ഒരു കാര്യം ഒന്ന് പറയുന്നു, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഭിക്ഷ കൊടുക്കുന്നുണ്ട് എന്നിരിക്കലും ഇതിന് പ്രതിഫലം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചൊന്നുമല്ല നമ്മൾ അധികവും ചെയ്യാറ്. നിങ്ങളുടെ കാര്യം എനിക്കറിയാൻ പാടില്ല. നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ചാൽ ഇതൊന്നും പ്രതിഫലം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചല്ല നമ്മൾ അധികവും ചെയ്യുവാൻ ഇടയായിട്ട് തീരുന്നത്. എൻ്റെ മറ്റ് കാരണങ്ങളൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവ് ഈ വിഷയം ചില വാക്യങ്ങളിലൂടെ വിശദീകരിക്കുമ്പോൾ രഹസ്യത്തിൽ കാണുന്ന പിതാവ് അതിന് പ്രതിഫലം നൽകും എന്ന് പറഞ്ഞിരിക്കുന്ന വചനം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ഈ കാര്യത്തിലുള്ളതായ കുറവുകളും പോരായ്മകളുമൊക്കെ പരിഹരിച്ച് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. രണ്ടാമത്തെ കാര്യമാണ് ഞാനൊന്ന് വിശദീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അത് 6-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. ഇതൊന്ന് പറഞ്ഞു പോയാൽ മതി എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ ഇതിനൊരു വിശദീകരണം പറയണം എന്നുള്ളതായൊരു പ്രകാശനം കർത്താവ് തന്നതുകൊണ്ട് ഞാൻ അത് ചുരുക്കമായിട്ടൊന്ന് വിശദീകരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ അവിടെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അപ്പോൾ അവിടെ ഇന്ന് പോലെ എന്നെ കുറച്ച് കുറ്റപ്പെടുത്തിയതും വളരെ അധികം എന്നെ ചിന്തിപ്പിച്ചതുമായൊരു സത്യം ഞാനൊന്ന് ചേർത്ത് പറയുകയാണ്. നമുക്കറിയാം, പലപ്പോഴും പ്രതിഫലാർഹമായ നിലയിൽ വരുന്നതായിട്ട് നാം അധികവും ചിന്തിക്കുന്നത്, നിങ്ങളെന്തൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല, പൊതുവെ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ വേലയിൽ ഒക്കെ നമുക്ക് വഹിക്കാൻ കഴിയുന്ന പങ്ക് അതൊക്കെയാണ് അധികവും പ്രതിഫലാർഹമായിട്ട് ചിന്തിക്കാറ്. ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഈ അധികം വേദികളിലൊക്കെ വചനം ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഏറെ പ്രതിഫലം വാങ്ങും എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തോന്നലാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അതിനകത്തൊക്കെ കാതലായൊരു അർത്ഥമുണ്ട്. കാരണം ഇവരൊക്കെ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ എന്തോരം പ്രതിഫലം വാരിക്കൂട്ടും എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവിടെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറയുന്നത് ഭിക്ഷ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ, പിന്നെ പറയുന്നത് പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണ്. അതെന്നെ ഇന്ന് പകൽക്കാലം വളരെയധികം ചിന്തിപ്പിച്ചതായ ഒരു സത്യമാണ്. ഈ പ്രാർത്ഥന എന്തോ ഒരു രഹസ്യമാണ്. ഇയാളെന്തോരം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതോ ഒന്നും വേറെ ആർക്കും അറിയാൻ പോലും പാടില്ല. 6-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണെങ്കിലും ഇവിടെ ഞാൻ ഇപ്പോൾ ഒന്ന് പറയണമല്ലോ. നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി രഹസ്യ സ്വഭാവത്തിൽ ചിലവിടുന്നതായ സമയം, പ്രാർത്ഥന എത്രയോ പ്രതിഫലാർഹമാണ് എന്നുള്ളതായ കാര്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് പകൽ ഓർത്ത ഒരു കാര്യം, ഭയത്തോടെ ഓർത്തൊരു കാര്യം, വേദികളിലൊക്കെ ധാരാളം വചനം പറയുന്ന ആളുകളായിരിക്കുമോ, അതോ അറയിൽ കടന്ന് വാതിലടച്ച് വേറെ ആരും അറിയാതെ
ഞാൻ ഇത്ര സമയം പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊന്നും ആരോടും പറയാതെ ഏറ്റവും രഹസ്യ സ്വഭാവത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമയം ചിലവിടുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കർത്താവ് എത്രയോ വിലപ്പെട്ടതായി കണ്ട് അതിന് പ്രതിഫലം നൽകുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് ഇതിൻ്റെ ഇത്രയും പ്രാധാന്യത്തിൽ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അങ്ങനെയെങ്കിലും ആരെങ്കിലും ധരിച്ചു പോയെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇത്രയും പ്രാധാന്യത്തിൽ നമ്മുടെ കർത്താവ് ഈ സത്യം വെളിപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം, അതിനുവേണ്ടി സമയം വേറിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ഞാനിങ്ങനെ വിചാരിച്ചു, ഇത് ഈ വാക്യത്തോടുള്ള വിശ്വസ്തതയിൽ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രതിഫലം വാങ്ങുമ്പോൾ അനേകരെ അത്ഭുതപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, ഇതെത്ര പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ അപ്പോസ്തലന്മാർ പറഞ്ഞതായിട്ട് നമ്മൾ പ്രവൃത്തികളുടെ ദിവസം 6-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറയുന്നതായ വാക്കുകൾ നമുക്കെല്ലാവർക്കും വളരെ ഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ട് അത് പ്രായോഗികമാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. പ്രാർത്ഥനയുടെ മഹത്വവും പ്രാധാന്യവും നമ്മുടെ കർത്താവ് എത്രയോ വ്യക്തമായിട്ടും മനസ്സിലാകത്തക്കവണ്ണമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ വിശദമായി പഠിച്ചൊരു വാക്ക് ഞാനിവിടെ ഒന്ന് ചേർത്ത് ഓർപ്പിക്കുന്നു. ഓർപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. നമ്മൾ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ തലക്കെട്ടതായിരുന്നു, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ആ കൽപ്പന തരികയും ആ പ്രാർത്ഥനയുടെ മനോഹരമായ മാതൃക നമുക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അപ്പോൾ ആരും അറിയാതെ രഹസ്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന വ്യക്തികൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറെ പ്രതിഫലാർഹരായിട്ട് തീരുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാര്യത്തിലൊക്കെ ഉള്ളതായ കുറവുകളും പോരായ്മകളും ഒക്കെ കണ്ടെത്തി അത് പരിഹരിക്കേണ്ടതിന് ദൈവാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മൾ ചിന്തിക്കുന്ന ഗിരിപ്രഭാഷണമാണ്. ഞാൻ ഇന്നലെ ദൈവവചനം പറയാനായിട്ട് ധ്യാനിക്കുമ്പോൾ മാളികമുറിയിലെ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് കൊടുത്തതായ പ്രാധാന്യം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുവാനിടയായിട്ട് തീർന്നു. ഇന്നലെ ഞാൻ ആ കാര്യം വിശദീകരിച്ചായിരുന്നു. ആ വിശദീകരണം കേട്ട ചില ആളുകളൊക്കെ ക്ലാസ്സിൽ ഉണ്ട്. എങ്കിലും അതൊന്ന് എടുത്തു പറയണം എന്നുള്ളതായൊരു നിർബന്ധം ദൈവവചനത്തിന് മുമ്പിൽ ഇരുന്നപ്പോൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി വിശദമായിട്ടല്ലെങ്കിലും അതൊന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മാളികമുറിയിലെ ആ പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കാനിടയായിട്ട് തീരുമ്പോൾ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയുടെ മഹത്വം ആവർത്തന വിരസത കൂടാതെ അനേകവട്ടം ആവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ആവർത്തിക്കുന്ന ചില കാര്യങ്ങൾ സാന്ദർഭികമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറയാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ളതായ കാര്യം എന്തോ ഒരു വിശദമായിട്ടാണ് നമ്മുടെ കർത്താവ് ആ പ്രസംഗത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് ഒടുവിലത്തെ രാത്രിയിൽ പറഞ്ഞത്. മാത്രമാണ് അവിടെ ആ പ്രസംഗത്തിൽ കർത്താവ് പലവട്ടവും അടുത്തടുത്ത വാക്യങ്ങളിൽ അത് ആവർത്തിക്കുന്നു എന്നുള്ളതും നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്.
നമുക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാം എന്നുള്ളതിൻ്റെ ആ വിശദീകരണവും കൽപ്പനയും 14-ാം അധ്യായത്തിൽ അടുത്തടുത്ത വാക്യങ്ങളിൽ നമ്മുടെ കർത്താവ് പലവട്ടം ആവർത്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഈ മാളിക മുറിയിലെ പ്രസംഗം എന്നെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. നമ്മുടെ കർത്താവ് ചില സത്യങ്ങളെല്ലാം ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോർഷനും അതിൽപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകും എന്നുള്ളത് രഹസ്യത്തിൽ കാണുന്ന പിതാവ് പ്രതിഫലം നൽകുന്ന ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരെ. പക്ഷെ 3 പ്രാവശ്യമാണ് ഈ കാര്യം ഇവിടെ ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയെ സംബന്ധിക്കുന്നതായ സത്യങ്ങൾ എത്രയോ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഇതിൻ്റെ എല്ലാ വാക്യങ്ങളും നമ്മൾ വായിച്ച് വിശകലനം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമയം ലാഭിക്കാനായിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു പോകാം എന്ന് കരുതുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയുടെ മഹത്വം എടുത്ത് പറയുകയാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അപ്പോൾ എത്ര കൃത്യമായിട്ടാണത് പറയുന്നത്. കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനത്തിലാണ് ഞാൻ ഇന്നലെ രാത്രിയിൽ ഇത് പറയാനിടയായിട്ട് തീർന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ ഈ മാളിക മുറിയിലെ പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞ് ഉറപ്പിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ വാക്യങ്ങളിലൊക്കെ പ്രധാനമായിട്ട് 2 കാര്യമാണുള്ളത്. ഒന്ന്, എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. പിന്നെ ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രയോജനം പറയുക, സ്വർഗത്തിലെ പ്രതിഫലമല്ല അവിടെ പറയുന്നത്. പിന്നെയോ ഈ വാക്യത്തിൽ തന്നെ എന്താ കർത്താവ് പറയുന്നത്? ഞാൻ എന്തു ചെയ്യും? ഒടുവിലത്തെ വാക്ക് ഞാൻ ചെയ്തു തരും. അപ്പോൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ ഞാനത് ചെയ്തു തരും എന്നുള്ളത് നമ്മുടെ കർത്താവ് ഇവിടെ ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ മറ്റൊരു പ്രയോജനം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. നേരത്തെ നമ്മൾ പലവട്ടം ചിന്തിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. എങ്കിലും ഇന്ന് ഈ വാക്യത്തിലൂടെ പോയപ്പോൾ എനിക്ക് വേറിട്ടൊരു ചിന്ത ഉണ്ടാകാനിടയായിട്ട് തീർന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും, പിന്നെ ഒരു കൊച്ചു വിശദീകരണം കർത്താവ് പറയുന്നുണ്ട്. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരും. അപ്പോൾ നമ്മുടെ കർത്താവ് ഉത്തരം നൽകുമ്പോൾ ഏത് ഗണത്തിലുള്ള ഉത്തരമേ തരികയുള്ളൂ? പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. അപ്പോൾ ഈ നാമത്തിൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് തരും എന്ന് കർത്താവ് ഇവിടെ പറയുന്നില്ല. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. ഞാൻ ഒത്തിരി വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, വളരെ പരിചയമുള്ളൊരു വാക്യം പറയാം. ചില കാര്യങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയാൽ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുകയില്ല. അത് എൻ്റെ മനസ്സിൽ വന്നൊരു ഉദാഹരണമായതുകൊണ്ട് ഓർപ്പിക്കുക. യാക്കോബ് 4:3 വളരെ തീവ്രമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം നമ്മൾ കാണുന്നുണ്ട്. ഒരു ബൈബിൾ ക്വിസ് ഇരിക്കട്ടെ, ആർക്കെങ്കിലും പറയാമോ അതെന്താണെന്നുള്ളത്? പോകേച്ഛകളിൽ ചിലവിടേണ്ടതിന് എന്ത് ചെയ്യുകയാണ്? വല്ലാതെ യാചിക്കുകയാണ്. അത് വ്യക്തിപരമായിട്ടും അങ്ങനെ വരാം, രഹസ്യ പ്രാർത്ഥനയിലും വരാം. കർത്താവ് ഇവിടെ പറയുന്നത് പോലെ ആവർത്തിച്ച് ജൽപ്പനം ചെയ്ത് ഒരേ കാര്യം തന്നെ അനേക വട്ടം ആവർത്തിച്ചൊക്കെ പ്രാർത്ഥിക്കാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് കർത്താവ് അത് കൊടുക്കാനുള്ള സാധ്യത ഇല്ല. കാരണം ഈ പോകേച്ഛകളിൽ ചെലവിടുവാനായിട്ട് ഇടയായിട്ട് തീർന്നാൽ അതിലൂടെ ആർക്ക് മഹത്വം കിട്ടുകയില്ല. പിതാവ് പുത്രനിൽ
മഹത്വപ്പെടുകയില്ല, പിതാവ് പുത്രനെ മഹത്വപ്പെടുകയില്ല. ഭോഗേച്ഛകളിൽ ചെലവിടാനായിട്ടിടയായിട്ട് തീർന്നാൽ അതിലൂടെ കർത്താവിൻ്റെ നാമത്തിന് അപമാനം ഉണ്ടാകും എന്നുള്ളതല്ലാതെ അവിടെ പിതാവ് പുത്രനെ മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീരുകയില്ല. അത് വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ ധ്യാനിക്കണം. ഒത്തിരി വിശദീകരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല, അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോകണ്ട എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ സ്വതന്ത്രമായിട്ടത് ചിന്തിക്കണം. അത് നമുക്ക് ഒരു വലിയ പാഠമായിട്ട് ഇരിക്കട്ടെ. എന്നാൽ പല വിശ്വാസികളും ഭോഗേച്ഛകളിൽ ധാരാളം പണം ചെലവിടുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അതാര് കൊടുക്കുന്നതാകാൻ സാധ്യതയുണ്ട്? നിങ്ങൾ ഞാനൊരു ഉത്തരം പ്രതീക്ഷിക്കുകയാണ്. ആരും പറയണില്ല. അത് കർത്താവ് കൊടുക്കുന്നതാകാൻ സാധ്യതയില്ല. കർത്താവ് കൊടുക്കുന്നത് സൂക്ഷ്മതയില്ലാതെ ചെലവിട്ട് പോയേക്കാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിലും കർത്താവ് മാത്രമല്ല കൊടുക്കുകയുള്ളൂ. ആരും കൊടുക്കും? പിശാചും കൊടുക്കും. കാരണം കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ തന്നെ എന്താ പറഞ്ഞത്? വീണൊന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെ തരാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വരുമാനം എല്ലാം ദൈവം തരുന്നതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം വിശുദ്ധമായ വരുമാനമേ ദൈവം തരുന്നത് ഉള്ളൂ. വിശുദ്ധമല്ലാത്ത വരുമാനങ്ങൾ പിശാച് ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അത് ഞാനിപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കാനായിട്ട് സാധിക്കട്ടെ. ഇന്ന് പകൽ എന്നെ വളരെ ഭയപ്പെടുത്തിയൊരു വാക്കായതുകൊണ്ട് അത് ഞാനൊന്ന് എടുത്ത് പറയാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. അപ്പോൾ നമ്മളുടെ പരിജ്ഞാനക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും ഉത്തരം ഇതേ ആഗ്രഹിക്കാവുള്ളൂ. പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നത് മാത്രമേ എനിക്ക് മതി. കാരണം നമ്മുടെ ദൈവത്തിന് ഒരു കാര്യം ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള പണം എനിക്ക് മതി എന്നുള്ളതായ ആ നല്ല സമർപ്പണം ദൈവസന്നിധിയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ കാര്യമാണ്. അതുകൊണ്ട് അത് മനസ്സിൽ കരുതുവാൻ, സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാനിവിടെ ബാക്കിയുള്ള വാക്യങ്ങൾ കൂടി വേഗത്തിലൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. അപ്പോൾ ആ നാമത്തിൻ്റെ മഹത്വവും അതോട് ചേർന്നുള്ള വാഗ്ദത്വവും എത്രയോ വ്യക്തമായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. അത് ഞാൻ ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇനി യോഹന്നാൻ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ഈ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു വലിയ വാക്യമാണ്. അതാരെങ്കിലും ഒന്ന് വായിച്ചോ. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെ അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ അവിടെ പറയുമ്പോഴും വളരെ വിശദമായിട്ടത് പറയാം. ഇവിടെ മനോഹരമായ ഒത്തിരി വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ ആളുകളാണ്. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, പിന്നെയോ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, പോയി ഫലം കായ്ക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതായ കാര്യം നമ്മൾ അവിടെ കാണുകയാണ്. എന്നിട്ട് അതിൻ്റെ 2-ാം ഭാഗത്ത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. അപ്പോൾ എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്? പോയി ഫലം കായ്ക്കുവാൻ. പോയി ഫലം കായ്ക്കുന്നതും എന്തിൻ്റെ ഉത്തരമാണ് ഫലം കായ്ക്കുന്നത് എന്നുള്ളത് നമ്മുടെ കർത്താവ് അവിടെ എത്ര വ്യക്തമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ചെയ്തു തരുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തപ്പോൾ എന്തോ ഒരു ഉന്നതമായ സാധ്യതയ്ക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്.
നമുക്കറിയാം ഈ വാക്യത്തിൻ്റെ മനോഹരമായ അർത്ഥം ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലുണ്ട്. ആ വാക്യം ആരെങ്കിലും ഒന്ന് വേഗത്തിലൊന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. വാക്യത്തിൻ്റെ നമ്പർ മാറിപ്പോയി. 7-ാം വാക്യം വായിക്കാം. 7-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ പദവിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന വളരെ മനോഹരമായൊരു സത്യം, നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമ്മോട് അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും, പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കളുടെ ഒരു പദവി അതായിരുന്നെങ്കിൽ നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തത് എത്രയോ ഉന്നതമായ പദവിക്ക് വേണ്ടിയാണ്. ദൈവം നമ്മോട് അടുത്തിരിക്കുന്നു മാത്രമല്ല, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെ ഇരിക്കുക? നമ്മിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ കർത്താവ് കൊണ്ടുവന്നിട്ടുള്ളതായ ഈ അനുഗ്രഹീതമായ ബന്ധത്തിൻ്റെ മഹത്വം ഇവിടെ ഉൾക്കൊള്ളത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതായ കാര്യം എത്രയോ വട്ടം ഇവിടെ ആവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23, 24 വാക്യങ്ങളിലേക്ക് വരുമ്പോഴും ഇതേ കാര്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. അടുത്ത വാക്യത്തിലും ഇതേ സത്യം ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വാക്യങ്ങൾ ഇനി ഒത്തിരി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. യോഹന്നാൻ 16-ന്റെ 26-ാമത്തെ വാക്യത്തിലും ഇതിൻ്റെ ആവർത്തനം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ഇന്നലെ ഞാൻ വചനം ധ്യാനിക്കുമ്പോൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്, നമ്മുടെ കർത്താവ് ഒടുവിലത്തെ രാത്രിയിൽ തൻ്റെ ശിഷ്യന്മാരോട് കൂടിയിരിക്കുമ്പോൾ, 11 ശിഷ്യന്മാരെ കൂടെയുള്ളൂ, അവരോട് കർത്താവ് സംസാരിക്കുമ്പോൾ 6 പ്രാവശ്യം എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതായ കാര്യം ആവർത്തന വിരസത കൂടാതെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിലെ ദൈവം തന്നിട്ടുള്ളതായ ഈ വിശിഷ്ടമായ പദവിയുടെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ കർത്താവ് ഇവിടെ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഈ ഉത്തരവാദിത്വം വിശ്വസ്തമായി നിവർത്തിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ ഒരു പ്രസംഗത്തിൽ നമ്മുടെ കർത്താവ് എത്രയോ വട്ടമാണ് പ്രാർത്ഥനയുടെ വളരെ പ്രധാനപ്പെട്ടതായ പ്രത്യേകത ആവർത്തിച്ച് വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വചനത്തോടുള്ള അനുസരണത്തിൽ ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നത് സ്വർഗീയ പിതാവിനെ ഏറെ പ്രസാദിപ്പിക്കുവാൻ മുഖാന്തരമായിട്ട് തീരും. ഈ 6 വാക്യത്തിലും പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ലഭിക്കുന്ന ഉത്തരമാണ് പ്രധാനമായും പറയുന്നത്. പക്ഷെ നമ്മുടെ വേദഭാഗത്ത് നമ്മുടെ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമാക്കുന്നത് രഹസ്യത്തിൽ കാണുന്ന നമ്മുടെ പിതാവ് നമുക്ക് പ്രതിഫലം നൽകും. എന്നെ ഇന്നലെ ഒത്തിരി സന്തോഷിപ്പിച്ചതായ ഒരു സത്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞ് അവിടെ നിന്ന് മുമ്പോട്ട് പോകാം എന്നാഗ്രഹിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാർക്കുള്ള വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത നമുക്കിവിടെ ഓർക്കുവാനായിട്ട് സാധിക്കും. കാരണം ഈ പ്രയോഗം ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ ഈ നാമത്തിൽ
നാമത്തിൽ ആർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ആർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ കർത്താവ് വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ആ വാക്യം പ്രാർത്ഥനാപൂർവ്വം ഒന്ന് വായിക്കാം. വായിച്ചു കഴിയുമ്പോൾ ആർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് പറയാനായിട്ട് മനസ്സിൽ ഒരുങ്ങണമേ എന്ന് ഓർപ്പിക്കുകയാണ്. യോഹന്നാൻ 17-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഈ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചിരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു വലിയ വെളിപ്പെടുത്തൽ നമ്മുടെ കർത്താവ് നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് കർത്താവിൻ്റെ പ്രാർത്ഥനയാണ്. ആരെ ഈ ലോകത്തിൽ നിന്ന് കർത്താവിന് പിതാവ് കൊടുത്തിട്ടുള്ള ആളുകൾ ആരാണ്? ഇതാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്? ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പിന്നെ നമുക്കും കൂടെ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം ഈ ശിഷ്യന്മാരുടെ വചനം കേട്ട് പിന്നീട് വിശ്വസിക്കാനുള്ളവർക്കും കൂടിയുള്ള പ്രാർത്ഥനയാണ്. എന്നെ ഇന്നലെ പകലിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, പ്രിയ ദൈവമക്കളെ, നാം ഈ ലോകത്തിൽ എത്രയോ വ്യത്യസ്തരാണ്. പിതാവ് പുത്രന് കൊടുത്തിട്ടുള്ള ആളുകളാണ് നാം. ആ വാക്കുകൾ എത്രയോ മനോഹരമായ വാക്കുകളാണ്. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യരിൽ ഉൾപ്പെടുന്നവരാണ് നാം. അതുകൊണ്ട് നമുക്കാണ് ഈ നാമത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തീയ കോളത്തിൽ ഈ നാമം കൂടാതെ വേറെ എത്രയോ നാമങ്ങളിലുള്ള പ്രാർത്ഥന നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന 17 വർഷത്തിൽ ഒത്തിരി മൈക്കിയുടെയൊക്കെ കേട്ടിട്ടുള്ള പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന അല്ല. പിന്നെ വേറെ മധ്യസ്ഥന്മാരുടെ നാമത്തിലുള്ള പ്രാർത്ഥനകളാണ് ധാരാളം കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ദൈവം നമ്മെ കൊണ്ടുവന്നിട്ടുള്ളതായ ഈ വെളിച്ചത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് ഈ ആളുകളെ ബോധവൽക്കരിച്ചാൽ ഇവർക്ക് പ്രാർത്ഥന മാറ്റാൻ പറ്റുകയില്ല. കാരണം ഇവരേത് ഗണത്തിൽപ്പെട്ട ആളുകൾക്കേ മാറ്റാൻ പറ്റുള്ളൂ. ഈ ലോകത്തിൽ നിന്ന് പിതാവ് പുത്രന് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ വലിയ സത്യം ഉൾക്കൊണ്ട് പ്രായോഗികമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മെ കർത്താവ് കൊണ്ടുവന്നിട്ടുള്ള സുവിശേഷത്താൽ കൊണ്ടുവന്നിട്ടുള്ളതായ അതിമനോഹരമായ സ്ഥാനത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളത്തക്കവണ്ണം നമുക്ക് ദൈവാത്മാവ് കൃപ നൽകട്ടെ. ഇത്രയും വലിയ പ്രകാശനത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം എത്രയോ അധികമാണെന്നുള്ളത് ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. പരിഞ്ഞുകൊണ്ട് ഈ വാക്യം ഒന്ന് എഴുതിയിട്ടാൽ മതി. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ആ നാമത്തിലാണ് നാം പ്രാർത്ഥിക്കുന്നത്. ആ നാമത്തിലേ പ്രാർത്ഥിക്കാവൂ. കാരണം ഈ നാമം വിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ നമ്മുടെ പിതാവ്, സ്വർഗീയ പിതാവിന് പ്രസാദിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും. സുപരിതമായൊരു വാക്യം കൂടി ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പെർഗമോസിലെ സഭയെ കർത്താവ് പ്രശംസിക്കുമ്പോൾ വളരെ മനോഹരമായൊരു പ്രശംസ നാം അവിടെ കാണുന്നുണ്ട്. നീ എൻ്റെ നാമം, അടുത്ത വാക്ക് എന്താണ്? മുറുകെ പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാമത്തെ നമ്മിൽ വെളിപ്പെടുത്തിയതോർത്ത്
നമുക്കെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. ഈ നാമത്തിൽ പ്രാർത്ഥിക്കാനുള്ള പദവിയിലേക്ക് സ്വർഗത്തിലെ ദൈവം കൃപയാൽ നമ്മെ കൊണ്ടുവന്നു, തിരഞ്ഞെടുത്ത് അടുപ്പിച്ചു എന്നുള്ളത് വളരെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഈ നാമത്തെ നമ്മൾ പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. ഇത് കേവലം ഈ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിന് പിമ്പിലുള്ളതായ വലിപ്പവും മഹത്വവും തിരിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. പ്രാർത്ഥനയുടെ മേഖലയിലാണ് ഏറ്റവും അധികം വ്യതിചലനം ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ അന്ധകാരത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് എല്ലാ നന്ദിയോടും വിനയത്തോടും കൂടെ ഓർക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗത്തിൽ 6 പ്രാവശ്യം കർത്താവ് ആവർത്തിക്കുന്ന ഈ വലിയ സത്യത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ട് ഈ പദവിയെ പ്രയോജനപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ 6 പ്രാവശ്യവും ആവർത്തിക്കുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം തരും എന്നുള്ളത് മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ടെന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. 18-ാമത്തെ വാക്യത്തിലും ഈ വാചകം ആവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ക്ലാസ് ഉപസംഹരിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ വിഷയം ഈ മാളികമുറിയിലെ പ്രസംഗത്തിൽ അനേക വട്ടം ആവർത്തിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ 3 വട്ടം ആവർത്തിച്ചിട്ടുള്ളതായൊരു സത്യമുണ്ടല്ലോ. ഏതാണ് ആ സത്യം? 3 വട്ടം നമ്മുടെ കർത്താവ് ആവർത്തിച്ചൊരു സത്യം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ ഉണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. നമുക്കറിയാം 7-ാം വാക്യത്തിലുണ്ട്, 12-ാമത്തെ വാക്യത്തിലുണ്ട്, 20-ാമത്തെ വാക്യത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു സത്യം ഒന്ന് ചേർത്ത് പറഞ്ഞ് നിർത്തട്ടെ. നമ്മുടെ കർത്താവ് വരാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. നമുക്ക് എന്നുവരെ പ്രാർത്ഥിക്കാം? ഒന്നുകിൽ കർത്താവ് വരുന്നവരെ, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് വരെ, അന്നുവരെ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രാർത്ഥനയിൽ കൂടുതൽ ഉത്സാഹത്തോടെ ആയിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലനായ പത്രോസ് ഈ സത്യം 1-ാം ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കുവാൻ ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഈ നാടുകളിൽ അങ്ങനെ പ്രാർത്ഥനയുടെ മഹത്വം തിരിച്ചറിഞ്ഞ് അതിൽ ഉച്ചരിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവിടെ കർത്താവ് വരുന്ന കാര്യം 3 വാക്യത്തിൽ പറയുമ്പോൾ നമ്മുടെ ഈ വിഷയം അവിടെ പറയുന്നുണ്ട്. ആ വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 22-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും അവിടെ നമ്മുടെ കർത്താവ് വ്യക്തമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ന്റെ 7-ഉം 12-ഉം 20-ഉം വാക്യങ്ങളിലാണല്ലോ നമ്മളത് വായിക്കുന്നത്. 12-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് ഉപസംഹരിക്കാം. ഇതാ ഞാൻ വേഗം വരും, ഓരോരുത്തരും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. എന്ത് മനോഹരമായിട്ടുള്ള വാക്കുകളാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാണപ്രിയൻ വരാനുള്ളതായ സമയം ഏറ്റവും സമാഗതമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ആ വരവിൽ പ്രത്യാശ പുതുക്കിക്കൊണ്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 7-ാമത്തെ വാക്യത്തിൽ ഈ വചനം പ്രമാണിക്കുന്നതാണ് വീണ്ടും വരവിൻ്റെ ഒരുക്കമായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് തരാൻ പോകുന്ന പ്രതിഫലത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് നാം സാധാരണ പാടാറുള്ളത് പോലെ പ്രതിഫലത്തിന്മേൽ നോട്ടം വെച്ച് സഹിക്കുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ നാമത്തിന് വേണ്ടി എന്തും സഹിക്കുവാൻ, ഏത് ബദ്ധപ്പാടും ഏറ്റെടുക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. അതുകൊണ്ട് പ്രതിഫലത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ കർത്താവിൻ്റെ ആവർത്തിച്ചുള്ളതായ ഈ വാഗ്ദത്തം നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവ് സമാഗതമായിരിക്കുന്ന ആളുകളിൽ നമുക്ക് എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ.
ഞാൻ അടുത്ത പാഠത്തിൻ്റെ തലക്കെട്ട് കൂടി പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. അടുത്ത പാഠം നമുക്ക് വളരെ പരിചയമുള്ളൊരു പാഠമാണ്, എങ്കിലും ഈ കൂടുതൽ പഠിക്കാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. 2 നിക്ഷേപങ്ങളുടെ താരതമ്യമാണ് 6-ാം അധ്യായത്തിൻ്റെ 19, 20, 21 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് ഈ 3 വാക്യങ്ങൾ നിങ്ങളൊന്ന് സൂക്ഷ്മതയോടെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് വരണം എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ ചിന്തിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതായൊരു വിഷയമാണ്. കാരണം നമ്മുടെ നിക്ഷേപം തെറ്റിപ്പോയാൽ വലിയ അബദ്ധത്തിൽ അകപ്പെടാനുള്ളതായ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഈ പ്രസംഗത്തിൽ എവിടെ നിക്ഷേപിക്കണം എന്നുള്ളതായ കാര്യം വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്രയും വെളിപ്പാട് കിട്ടിയ ആളുകൾ നമ്മൾ തെറ്റായി നിക്ഷേപിക്കുവാൻ ഇടയായിട്ട് തീരരുത്. എത്രയോ വിശ്വാസികൾ തെറ്റായ സ്ഥാനത്ത് നിക്ഷേപിച്ച് അവരുടെ നിക്ഷേപങ്ങളെല്ലാം നഷ്ടപ്പെട്ട് സങ്കടത്തിലായിട്ടുള്ളതായ കഥകൾ നമ്മൾ ഈ നാളുകളിൽ കേൾക്കുവാനുമൊക്കെ ഇടയായിട്ട് തീരുന്നുണ്ട്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ഈ സത്യങ്ങൾ ഉൾക്കൊണ്ട് നിക്ഷേപിക്കേണ്ടിടത്ത് നിക്ഷേപിച്ച് സൂക്ഷ്മതയോടെ നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങേണ്ടതിന് ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്ന് എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.